ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ പൊന്മുടി ട്രിപ്പ് പോയതാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ സൺഡേ ആണ് ഈ പൊന്മുടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ചായക്കാരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഇൻഫോസിസിനടുത്തായിട്ടുള്ളതാണ്, കുളത്തൂരുള്ള. അവിടെ കയറി അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു തുടക്കം. അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നത് പൊടി ഇഡലി, അല്ലെങ്കിൽ സാമ്പാർ ഇഡ്ഡലി, മസാല ഇഡ്ഡലി, അങ്ങനെ പലതരം വെറൈറ്റീസ് ഉണ്ട്. പക്ക വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ട്രിപ്പ് തുടങ്ങുകയായിരുന്നു. ആക്ച്വലി ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഞാൻ ഇതേവരെ പൊന്മുടി വിസിറ്റ് ചെയ്തിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മല കാണാൻ പോകണോ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. ഇത് കറക്റ്റ് നമുക്ക് വിതിരയിൽ നിന്നൊരു 22 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. അതുപോലെ 22 ഹെയർ പിന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ പിൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുണ്ട്. കാരണം ഞാനും അമ്മയും 2-3 തവണ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ പിൻ ഒരു പ്രധാന വില്ലൻ തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു എൻട്രി ഫീ വരുന്നുണ്ട്. അഡൾട്ട്സിന് 40 റുപ്പീസ്, ചൈൽഡിനാണെങ്കിൽ 20. പിന്നെ നമ്മൾ കാറിലായിരുന്നു പോയിരുന്നത്. കാർ പാർക്കിങ്ങിനൊരു 40 റുപ്പീസ് അവർ വാങ്ങിക്കുന്നുണ്ട്. ഉള്ളിലോട്ട് പോകും തോറും നമുക്ക് കുറച്ച് സൈൻ ബോർഡ്സ് കാണാമായിരുന്നു. അതായത് ഓരോ ഹെയർ പിൻ കഴിയുമ്പോഴും നമുക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ബോർഡ് ഉണ്ടാവും, ഇത്ര ഹെയർ പിൻ കഴിഞ്ഞു. പിന്നെ വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പതുക്കെ പോകണം എന്നുള്ളൊരു സൈൻ ബോർഡും ഉണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ നമ്മൾ പൊന്മുടിയിലെത്തി. പിന്നെ കാർ പാർക്കിംഗ്, സ്കൂട്ടർ പാർക്കിംഗ് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അവരുടെ ട്രെക്കിംഗ് പാക്കേജസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും, ഏതൊക്കെയാണ് പാക്കേജസ് ഉണ്ടെന്നുള്ളത്. ഇവിടെ ഭയങ്കര വെയിൽ പോലെ തോന്നുമെങ്കിലും നമുക്കൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് ചെല്ലുന്ന ടൈമിൽ. രണ്ടുപേരും ആഞ്ഞു വലിച്ച് നടക്കുന്നുണ്ട്. ഒരു തളർച്ചയും ഇല്ല. കൂളായിട്ട് നടന്നു കയറാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ ഈ മലമുകളിലെ കുറച്ചൊരു തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോൾ തോന്നി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടെന്നുള്ളത്. എല്ലാവരും ഈ പൊന്മുടിയിൽ വരുന്ന എന്തിനാണെന്ന് മനസ്സിലായി.
മദേഴ്സ് ഡേ ആയിട്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്നതാ ഗൈസ്. എന്ത് പറയാനാ, ഇത്ര ഹെയർ പിൻ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതാ ക്ഷീണിച്ചൊരു വഴിയായി. എന്നാലും കുഴപ്പമില്ല, അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മുഖ്യം ബിഗിലേ എന്നല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ താഴേക്ക് ഇറങ്ങി. തിരിച്ചിറങ്ങി വരുന്ന വഴി ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കല്ലാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പക്ഷെ അതിൻ്റെ വീഡിയോസ് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഫോണിൽ ചാർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നെടുമങ്ങാട് ജംഗ്ഷനിലെത്തിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. മെഹറാസ് ഡൈൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു കയറിയത്. ഇവിടെ ഫുഡ് അത്യാവശ്യം തരക്കേടില്ല, പിന്നെ ഒരു അഫോർഡബിൾ റേറ്റും തന്നെയാണ്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.